ദി എന്നുള്ളതും ദ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ദി എന്നുള്ളതും ദ എന്നുള്ളതും ഒരേപോലെയാണ് എഴുതുക, പക്ഷേ അതിൻ്റെ ഉച്ചാരണം വ്യത്യാസമാണ്. ആദ്യം നമുക്ക് ദി എന്നുള്ളത് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതായത് ദി എന്നുള്ളത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? വവൽ സൗണ്ട്സിൻ്റെ മുൻപ് മാത്രമാണ് ദി എന്നുള്ളത് നമ്മൾ ഉച്ചരിക്കേണ്ടത്. വവൽ സൗണ്ട്സ് ഏതൊക്കെ നിങ്ങൾക്കറിയാം. എ, ഇ, ഐ, ഒ, യു. ഈ 5 സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ, ലെറ്റേഴ്സ് അല്ല കേട്ടോ, ഈ 5 സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുൻപേ ദി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി നെസ്റ്റ്, ദി നെറ്റ്, ദി ഫിഷ്, ദി പിഗ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദി എന്ന ആർട്ടിക്കിൾ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇനി ദ എന്ന് എപ്പോഴാണ് പറയുക? ദ എന്നുള്ളത് കോൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ മുൻപേ, അതായത് വവൽ സൗണ്ട്സ് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം. വവൽ സൗണ്ട്സ് അല്ലാത്തതെല്ലാം കോൺസോണൻറ്റ് സൗണ്ട്സ് ആണ്. അതായത് കോൺസോണൻറ്റ് സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്താണ് ഉച്ചരിക്കുക? ദ എന്നാണ് ഉച്ചരിക്കുക. ഓക്കെ. ഒരു എക്സാമ്പിൾ, ദ ബുക്ക്, ദ ഹൗസ്, ദ ഗ്രേപ്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ദി എന്നുള്ളത് വവൽ സൗണ്ട്സിൻ്റെ മുൻപേയും ദ എന്നുള്ളത് കോൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ മുൻപേയും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. നമുക്കെല്ലാം സെയിം ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. ദി എന്നുള്ളത് വവൽ സൗണ്ട്സിൻ്റെ മുൻപേയും ദ എന്നുള്ളത് കോൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ മുൻപേയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. ഓക്കെ. എനിവേ, താങ്ക് യു.